മാളയിലെ സ്റ്റേഡിയം വീണ്ടെടുക്കാൻ ഡീനോട്ടിഫൈ നടപടികൾക്കായി മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കിത്തരണമെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ്. മാള കെ. കരുണാകരൻ സ്മാരക സ്റ്റേഡിയം പുരാവസ്തു വകുപ്പ് സ്വയം ഏറ്റെടുത്തതല്ലെന്നും മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കി ആവശ്യപ്പെട്ടുവെന്നും തുടർന്ന് സർക്കാരിൽ സമ്മർദ്ദമുണ്ടാക്കി നോട്ടിഫൈ ചെയ്തതാണെന്നും മന്ത്രി വ്യക്തമാക്കി. മാള പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. നേരത്തെ സ്റ്റേഡിയമായി ഉപയോഗിച്ചിരുന്ന ഭാഗമെങ്കിലും ഡീനോട്ടിഫൈ ചെയ്ത് വീണ്ടും സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം നടത്തി. സ്ഥലം പഞ്ചായത്തിന്റെ ഉടമസ്ഥാവകാശത്തിലാണെങ്കിലും പുരാവസ്തു വകുപ്പ് നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്തത് ഡീനോട്ടിഫൈ ചെയ്യാനുള്ള എല്ലാ മാർഗവും തേടുമെന്നും പഞ്ചായത്ത് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ചുള്ള യോഗം വിളിക്കുമെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭാഗികമായി ഡീനോട്ടിഫൈ ചെയ്ത് അവിടെ നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ ഇൻഡോർ കോർട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. കോടതി വ്യവഹാരത്തിലേക്ക് പോകും. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഡീനോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാകും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പഞ്ചായത്തിനെയും സ്പോർട്സിനെയും RKS-ന്റെയും കൂടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും കൂടിയിട്ട് ഞാൻ മാളയിൽ തന്നെ യോഗം വിളിക്കും. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് മാള, കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ E.P. രാജീവ്, മേഖലാ പ്രസിഡന്റ് P.V. യശ്പാൽ തുടങ്ങിയവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ ER അഭയ് കൃഷ്ണയെ മന്ത്രി ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. TCV ന്യൂസ്, മാള.